നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി പുതിയതായി എടുത്തിട്ടുള്ള തീരുമാനം എന്താണ് നമ്മൾ നോക്കുന്നത്. ഓം നമ ശിവായ. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനേ, നിങ്ങൾക്ക് വേണ്ട ഓറക്കൽ മെസ്സേജ്, ഈ ബന്ധത്തിനെ കുറിച്ച്, ഈ വ്യക്തിയെ കുറിച്ച് എന്താണ് നിങ്ങൾ അറിയേണ്ടത്, അല്ലെങ്കിൽ ഈ റീഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ എന്താണ് അറിയേണ്ടത്, അതിനുള്ള ഓറക്കൽ മെസ്സേജ് ആണ് ഈ വരാൻ പോകുന്നത്. ഭഗവാനെ, കാർഡ്സ് മറിഞ്ഞിട്ട് തിരിച്ചു പോയി. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഒരു കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാർഡ് താഴെ വീണു. മൂന്നാമത്തെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയുമാണ് നിങ്ങൾക്കുള്ള കാർഡെന്ന് തോന്നുന്നു. നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഓൾറൈറ്റ്, അപ്പൊ ഈ 3 കാർഡുകളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് ഹെൽപ്പിംഗ് ഹാൻഡ് എന്നാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള്, നമ്മൾ ആരെയാണോ സഹായിക്കുന്നത് അവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്. തിരിച്ച് നമ്മൾക്ക് കിട്ടേണ്ടത് ഭഗവാനിൽ നിന്നാണ്. കർമ്മം ചെയ്യുക, കർമ്മത്തിന്റെ ഫലം കിട്ടുന്നത് കർമ്മം ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്ന അയാളിൽ നിന്നല്ല എന്നാണ് പറയുന്നത്. അതൊന്നാമത്തെ കാര്യം. അപ്പൊ അൺസെൽഫിഷ് ആയിട്ട്, സെൽഫ്ലെസ് ആയിട്ട് ഹെൽപ്പ് ചെയ്യണം മറ്റുള്ളവരെ. സെൽഫിഷ് ആയിട്ട് ഹെൽപ്പ് ചെയ്യരുത്. അങ്ങനത്തെ ഒരു മോട്ടീവ് വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, എല്ലാവരോടും സംസാരിക്കുമ്പോൾ വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുക. തെറ്റിദ്ധാരണകൾക്ക് ഇട കൊടുക്കരുതെന്ന് പറയുന്നുണ്ട്. ഒരു മിനിറ്റ്. തെറ്റിദ്ധാരണകൾക്ക് ഇട കൊടുക്കരുത്. നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായിരിക്കും. ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കരുത്. മൂന്നാമത്തെ കാർഡ് പറയുന്നത്, നിങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ 3 കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കിനി നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി, എന്ത് എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോ ഈ സമയം ഉള്ളത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ. ഈ വ്യക്തി ഹാർഡ് വർക്ക് എന്ന് വെച്ചാല് ഈ വ്യക്തി കുറച്ച് സ്റ്റബേൺ ആയ വ്യക്തിയാണ്. കുറച്ചല്ല, നല്ലവണ്ണം സ്റ്റബേൺ, ഉള്ളത് മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ കുറെയൊക്കെ പണിയെടുത്തു, ഇനി എനിക്ക് പണിയെടുക്കാൻ വയ്യ. അത് എന്ത് കാര്യത്തിൽ, റിലേഷൻഷിപ്പിലാണെങ്കിലും ജോലിയിലാണെങ്കിലും എന്നുവെച്ചാൽ കരിയറിലാണെങ്കിലും എന്തിലാണെങ്കിലും, ഇനി തൽക്കാലത്തേക്ക് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കാൻ വയ്യ എന്നൊരു മറ്റുള്ളവരെ സഹായിക്കാൻ, അവരെ ഹെൽപ്പ് ചെയ്യാൻ, അവരുടെ ഇതിന് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇനി എനിക്ക് അതിന് സൗകര്യമില്ല, ഉള്ളത് മതി എന്ന് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ് എന്നാ കാണിക്കുന്നത്. ഈ വ്യക്തി സ്വന്തം ഡെവലപ്മെന്റ്, ഇനി എന്റെ കാര്യങ്ങളെയാണ് ഞാൻ നോക്കാൻ പോകുന്നത്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ തൽക്കാലം എനിക്ക് സൗകര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വ്യക്തിയെ അലട്ടുന്ന പ്രശ്നം? എന്താണ് ഈ വ്യക്തിയെ അലട്ടുന്ന പ്രശ്നം? അതാണ് നമ്മൾ നോക്കുന്നത്. എന്ത് കാര്യമാണ് ഈ വ്യക്തിയെ മനസ്സിന് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇങ്ങനെ ഒരു എനർജിയിലേക്ക് പോകാൻ ഈ വ്യക്തി എന്താണ് പ്രേരിപ്പിച്ചത്? എന്താണ് കാര്യം? ആ വ്യക്തി അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ പേജ് ഓഫ് സ്വേർഡ്സ് ആണ് പറയുന്നത്. എന്തൊക്കെയോ വ്യക്തി കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ കണ്ടുപിടിച്ച കാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ കുറെ നാൾ ഈ വ്യക്തി അവഗണിച്ചു. മുമ്പിൽ കാര്യങ്ങൾ കണ്ടെങ്കിലും ഈ വ്യക്തി അവഗണിച്ചു. ഈ കാര്യങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എനിക്ക് അറിയേണ്ട കാര്യം എനിക്ക് മനസ്സിലായി എന്ന് ഈ വ്യക്തി പറയുന്നു. അപ്പൊ ഈ വ്യക്തി കണ്ടുപിടിച്ച കാര്യത്തിനെ ഫേസ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്.
ഇത് ഒരു തീരുമാനം എടുത്തിട്ടില്ല കേട്ടോ. എന്ത് കാര്യമാണ് ഈ വ്യക്തിയെ അലട്ടുന്നതെന്ന് നമ്മൾ ചോദിച്ചപ്പോ ഈ വ്യക്തി എനിക്കറിയാം എന്താണ് സിറ്റുവേഷൻ എന്ന്, ഞാൻ പക്ഷെ ആ സാധനം ആ പ്രശ്നത്തിന് ഞാൻ ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അത് അവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹമില്ല, പക്ഷെ എനിക്ക് അതിനൊരു തീരുമാനം എടുക്കണം. ഞാനിപ്പോ അതിലേതാണ് ഒരു ചോയ്സ് വന്നിട്ടുണ്ട് വ്യക്തിയുടെ ജീവിതത്തിൽ. അതിലേത് ചോയ്സ് എടുക്കണം എന്ന് വ്യക്തി വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വ്യക്തി പറയുന്നത്, എനിക്ക് ഗുണം ഇല്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ ഇനി എന്തെങ്കിലും ചുമക്കണം, അതാണ്. അപ്പൊ എന്തോ ഒരു കാര്യം റെസ്പോൺസിബിലിറ്റി ഈ വ്യക്തിയുടെ മുതുകത്തുണ്ട്. ആ വ്യക്തി ഇതുവരെ കഷ്ടപ്പെട്ടതാണ് ഈ വ്യക്തി. അപ്പൊ ഇനി ഇത് എനിക്കൊരു ഗുണം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ഈ ഭാരം ചുമക്കണം എന്ന ചിന്തയാണ് ഈ വ്യക്തിയെ അലട്ടുന്നത്. അത് നിങ്ങളോട് ഈ വ്യക്തി തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഈ വ്യക്തിയുടെ മനസ്സിലാണ്. അപ്പൊ ഈ വ്യക്തി ഇത് അവോയ്ഡ് ചെയ്യായിരുന്നു, പക്ഷെ ഇപ്പോ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് വ്യക്തി വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് അക്വേറിയസ്, ലീബ്ര, ജെമിനി, ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇത് ഫിനാൻഷ്യൽ എന്തോ കാര്യമാണ് എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി ജോലി എടുത്ത് കുടുംബം നോക്കുന്നത്. അപ്പൊ കുടുംബം നോക്കുമ്പോൾ നന്ദിയില്ലാതെ പ്രവർത്തിക്കുന്ന കുറെ പേര്. എന്താണ് പരിപാടി എന്ന് മനസ്സിലായില്ല എനിക്ക്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. അപ്പൊ ഇതാണ് ഈ വ്യക്തിയെ അലട്ടുന്നത്. അപ്പോ എന്താണ് ഈ വ്യക്തി തീരുമാനമെടുത്തിട്ടുള്ളത്? കാരണം ഈ വ്യക്തി തീരുമാനം എടുക്കാനുള്ള ഒരു ഇതിലായിരുന്നു ഇരുന്നിരുന്നത്. ഡിസിഷൻ എടുക്കാനുള്ള ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ചെയ്തതെന്നാണ് ഈ വ്യക്തി നമ്മളോട് പറഞ്ഞത്. ഞാൻ ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ ഇതിനൊരു തീരുമാനം എടുക്കേണ്ടി വന്നു എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഇപ്പൊ തീരുമാനം എടുക്കുന്നത് ഈ വ്യക്തി സ്വന്തം കാര്യം നോക്കാൻ. നമ്മൾ ആദ്യം തന്നെ കണ്ടു, എനർജി അതാണ്. ഈ വ്യക്തി എംപ്രസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ വ്യക്തി ചില സമയത്ത് എന്താ പറ്റുകയെന്ന് വെച്ചാൽ, നമ്മൾ നല്ല പൊസിഷനിൽ ജോലി, ഇപ്പൊ ഒരു പരിചയമുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, കമ്പനി സെക്രട്ടറി ആയിരുന്നു അവള്. എന്ന് വെച്ചാൽ നല്ലവണ്ണം പഠിച്ച്, കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞ ജോലി ഈസി അല്ല, കുറെ പഠിക്കണം, നല്ല ബുദ്ധി വേണം, നല്ലോണം കഷ്ടപ്പെട്ടാണ് ആ പെൺകുട്ടി കമ്പനി സെക്രട്ടറി ആയത്. അതിനുശേഷം അവളെ ഇഷ്ടപ്പെട്ട ഒരാൾ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചിട്ട് അവളെ ജോലി രാജിവെപ്പിച്ച് വീട്ടിലിരുത്തി. മനസ്സിലായ? അങ്ങനത്തെ ഒരു എനർജിയെ ഓർത്ത് നോക്കുക. അപ്പോ കുട്ടികളെ നോക്കാനും ഭർത്താവിനെ നോക്കാനും ഭർത്താവിന്റെ വീട്ടുകാരെ നോക്കണം, അതൊന്നും തെറ്റല്ല. ആ കുട്ടി വീട്ടിലിരുന്ന് കഴിഞ്ഞ് ഒരു വിലയില്ല അവൾ. മനസ്സിലായോ? ഒരു വിലയില്ല. എന്നിട്ട് ആ സ്ത്രീയുടെ മകളുടെ എഡ്യൂക്കേഷന്റെ സമയം വന്നപ്പോ ഭർത്താവിന്റെ വീട്ടുകാരും പറഞ്ഞു, പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, കല്യാണം കഴിച്ച് വീട്ടിലിരുത്താനുള്ളതല്ലേ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ആ ഒരു അവസ്ഥയിൽ പക്ഷെ മകള് കുറെ ബഹളം ഉണ്ടാക്കി. അവള് പഠിച്ച് അവള് വേറെ നിലയിൽ പോയി. ഓക്കെ, അവളുടെ കാര്യം ഞാൻ സംസാരിക്കുന്നില്ല, അവിടെ അല്ലത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ സ്ത്രീ, കമ്പനി സെക്രട്ടറി ആയ സ്ത്രീ ജോലി രാജിവെച്ച് വീട്ടിന് വേണ്ടി ഇരുന്ന് എന്ത് കിട്ടിയവർക്ക്? മനസ്സിലായോ? അവരുടെ മകളെ കാര്യം വന്നപ്പോ ഇവരുടെ എക്സാമ്പിൾ എടുത്തിട്ടു. അമ്മ ഇത്രയും പഠിച്ചതാണ്, കണ്ടില്ലേ, കമ്പനി സെക്രട്ടറി ആണ്, എന്തോ ഒരു സാലറി മേടിച്ചത്, എന്ത് പൊസിഷനിൽ, ഇവളുടെ വാക്കനുസരിച്ചായിരുന്നു ആ കമ്പനി ഓടിക്കൊണ്ടിരുന്നത്. അവളെയാണ് ഞാൻ കല്യാണം കഴിച്ച് വിടും. അപ്പൊ പെണ്ണ് പഠിച്ചിട്ട് എന്തിനാ? ഇങ്ങനത്തെ ഒരു സംസാരം ആ വീട്ടിൽ വന്നു എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? ഇപ്പോഴും മീൻസ് ഭർത്താവ് മരിച്ചുപോയി, വെറുതെ വീട്ടിലിരിക്കുകയാണത്. വടേവർ. അപ്പോ ഈ എനർജി ഇവിടെ കാണിക്കുന്ന, ഈ എനർജി ഇവിടെ ആരുടെ എനർജി ആണോ വന്നിരിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ എനർജി, സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ, ഈ വ്യക്തി സ്വന്തം പവർ തിരിച്ചെടുക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ മറ്റുള്ളവരുടെ സംസാരം കേട്ട് നിൽക്കില്ല, മറ്റുള്ളവരുടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടില്ല, എനിക്കൊരു ബെനിഫിറ്റ് ഇല്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്നാണ് പറയുന്നത് ഈ വ്യക്തി അവരുടെ പവർ തിരിച്ചെടുത്ത്, ഒരു അമ്മയാണ്, അച്ഛനാണ്, എംപ്രസ് ആണ്, ചക്രവർത്തിനിയെ വലിച്ചിഴച്ച് ഒരു എന്താ പറയാ, അവർക്ക് അർഹമല്ല, അവര് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൊണ്ടേ ആക്കിയിട്ട് അവര് കുറെ കഷ്ടപ്പെട്ടു, അവിടെ കിടന്നു, അവിടെ ജീവിച്ചു കുറെ വർഷങ്ങളോളം. പക്ഷെ ഇപ്പോ ഇവര് പറയുന്നത്, ഇനി എനിക്ക് പറ്റില്ല, ഞാനിത് ചെയ്യില്ല, ഞാനൊരു ചക്രവർത്തിനിയാണ്, ഞാൻ എൻ്റെ പവർ തിരിച്ചെടുക്കുകയാണ്, ഞാൻ തിരിച്ച് എൻ്റെ ഫ്യൂച്ചറിൽ, ഭൂതകാലത്തിൽ ഞാൻ എന്തായിരുന്നോ ആ എനർജിയിലേക്ക് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വ്യക്തി നിൽക്കുന്നത്. അപ്പൊ ഇനി ഇവര് തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി ഞാൻ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യില്ല. അത് ആർക്ക് വേണമെങ്കിലും, മക്കളായാലും ഭർത്താവായാലും ഭാര്യയായാലെങ്കിലും ആരായാലും, അമ്മയായാലും അച്ഛനായാലും ബ്രദർ സിസ്റ്റർ ഫ്രണ്ട്സ് ആരായാലും,
ഞാൻ ചെയ്യില്ല, ഞാൻ ഇനി എൻ്റെ ജീവിതം ജീവിക്കാൻ പോകുകയാണ്, എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നവർക്ക് ജീവിക്കാം, ഇല്ലാത്തവര് പൊക്കോളൂ എന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജി. എനിക്ക് ആ ഒരു എന്റെ സംസാരത്തിൽ വ്യത്യാസം വന്നാണ്ടോ, ആ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത് ഇവിടെ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള തിരിച്ചുവരവ് നടത്തുന്ന ഒരു എനർജിയാണിത്. കുറെ കഷ്ടപ്പെട്ടു, ചെയ്യാവുന്നതിനപ്പുറം ചെയ്തു, പക്ഷെ അതിനൊന്നും ഒരു എന്താ പറയാ ഒരു ബെനിഫിറ്റ് ഇല്ല എന്ന് മനസ്സിലായപ്പോ, ഒരു അംഗീകാരം ഇല്ല എന്ന് മനസ്സിലായപ്പോ തിരിച്ച് ഞാൻ എന്തിനോടെ കിടന്ന് കഷ്ടപ്പെടുന്നത്, എനിക്കിനി സൗകര്യമില്ല എന്ന് പറയുന്ന ഒരു എനർജിയാണ് ഇത്. ടോറസ് ലീബ്ര എനർജിയാണ്. ഇവിടെ ക്യാൻസർ പൈസസ് വന്നിട്ടുണ്ട്. ഈ 4 സോഡിയാക് സൈൻ ആണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ളത്. മൂൺ കാർഡാണ്. അപ്പോ വിഷമമുണ്ട്, മനസ്സിലായോ? വളരെ സങ്കടത്തിലാണ് ഇവര്. പക്ഷെ അവര് പറയുന്നത് ഞാൻ ഇത്രയും ജീവിച്ചിട്ട് ഒരു കാര്യമില്ല, ആർക്കും ഒരു വിലയില്ല, ഞാൻ ത്യജിച്ച കാര്യങ്ങളൊന്നും ആരും അതൊരു വലിയ കാര്യം, എനിക്ക് വലിയ കാര്യങ്ങളായിരുന്ന പല കാര്യങ്ങളും ത്യജിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, ഇങ്ങനെ ജീവിച്ചത്. പക്ഷെ അതിനൊരു ബെനിഫിറ്റ് ഇല്ല, ആർക്കും ഒരു വിലയില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാനില്ലെങ്കിലും ഇവരെല്ലാം ജീവിച്ചോളും, അപ്പൊ ഞാൻ ഇനി ആർക്കും വേണ്ടി കഷ്ടപ്പെടില്ല. ഞാൻ നേരത്തെ ഞാൻ എന്തായിരുന്നു അതിലേക്ക്, ഞാൻ എൻ്റെ ആ പവറിലേക്ക് ഞാൻ തിരിച്ചു പോകുകയാണ്. ഞാൻ സെൽഫ് സഫിഷ്യന്റ് ആണ്, ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്ക് പേടിയില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണെങ്കിലും ഇവർക്ക് മതിയായിട്ടുണ്ട് ആ ബന്ധം. ഇതിപ്പോ നിങ്ങളുടെ എനർജിയാണോ നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ എന്തായാലും ഈ വ്യക്തി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി പുറകോട്ടില്ല, ഇനി ഞാൻ മുമ്പോട്ടേ പോകുള്ളൂ, ഇനി ഞാൻ എന്തായിരുന്നോ അതായിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. അതിനു വേണ്ടി ഇവരെന്ത് ആക്ഷൻ ആണ് എടുക്കുക? ഇതൊരു ഒരു 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 എന്താ പറയാ ഒരു വെഞ്ചൻസ്, ഒരു പ്രതികാരം പോലെയും ഒരു ചാലഞ്ച് പോലെയൊക്കെയാണ് ഇവർക്ക് കേട്ടോ. ഇവരെന്ത് ആക്ഷൻ ആണ് എടുക്കുക? എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്? ഇവരിനി ലൈഫ് എൻജോയ് ചെയ്യാൻ ഇവര് ട്രാവൽ ചെയ്യണം എന്നുണ്ട് ഇവർക്ക്. അപ്പോ ഇവര് വിചാരിക്കുന്നത് അതിന് ആരോട് വേണമെങ്കിലും ഇവർ തീരുമാനം, ഇവര് ഭയങ്കര സ്ട്രോങ് ആയ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. നിങ്ങളോ എനിക്കറിയില്ല എന്താണെന്ന് അവസ്ഥ, എന്തായാലും അടിച്ചമർത്തി വെച്ചിരുന്ന ഒരു എനർജിയാണ്. അപ്പോ ഇവര് അതിൽ നിന്ന് ആ ചങ്ങലയെല്ലാം പൊട്ടിച്ചിറങ്ങി പുറത്തേക്ക് വരികയാണ്. എന്താണ് ഇവർ ഇതിന് പ്രേരിപ്പിച്ചതെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇവര് ഇനി ഒരു അഡ്വെഞ്ചർ ലൈഫ് എന്ന് വെച്ചാൽ യാത്ര ചെയ്യാനാണ് തീരുമാനിച്ചത്. എനിക്ക് മതിയായി, ഞാൻ സമ്പാദിച്ചിരുന്ന പണവും എല്ലാം, ചിലപ്പോൾ ഇവർക്ക് ഫാമിലി പരമായിട്ട് പണമുള്ള ആളായിരിക്കും, എന്തായാലും ഇവർ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നൊന്നും പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഇവരുടെ ഇഷ്ടത്തിന് ആരെങ്കിലും തടസ്സം നിന്നാലും അത് മൈൻഡ് ചെയ്യില്ല ഇവര്. അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാനും റെഡിയാണെന്നാണ് പറയുന്നത്. ഇനി എനിക്ക് എൻ്റെ ജീവിതം ജീവിച്ചേ പറ്റുള്ളൂ. ഇവർ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവർ ഇതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട്, ഇനി ഞാൻ അടങ്ങിയിരിക്കില്ല, ഞാൻ ജീവിക്കാൻ പോകുകയാണ് എന്നാണ് പറയുന്നത്. അതിനുള്ള ആക്ഷൻ എടുക്കും. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് സ്ഥലം വിടും, മനസ്സിലായോ? എന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് അവർ ലോകം കാണണം എന്നൊരു ആഗ്രഹം ഉണ്ട് ഇവർക്ക്. അതിനാര് തടസ്സം നിന്നിട്ട് കാര്യമില്ല, അവര് ജീവിക്കാനുള്ള ജീവിക്കുമെന്നാണ് അവർ പറയുന്നത്. ഒരു അഡ്വെഞ്ചർ സ്പിരിറ്റ് അവരുടെ, ചിലപ്പോൾ ആരെങ്കിലും സംസാരിച്ചപ്പോ, ചിലപ്പോൾ പഴയ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും സംസാരിച്ചപ്പോ അവരെന്തോ പറഞ്ഞപ്പോ അത് ട്രിഗർ ചെയ്തതായിരിക്കും ഇവരുടെ ഉള്ളില്, മനസ്സിലായോ? എന്തോ ഒരു കാര്യമുണ്ട്. ഇവര് കൗൺസിലിംഗിൽ എന്തെങ്കിലും ഡിപ്രഷനിൽ പോയിരുന്ന ഒരു എനർജി ആണോ അറിയില്ല, കൗൺസിലിങ്ങിന് പോയിട്ടുണ്ടോ അതൊന്നും അറിയില്ല. എന്തായാലും ഇവരിൽ വളരെയധികം മാറ്റം ഉണ്ടായിരുന്നു. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. അപ്പൊ ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ തീരുമാനം. Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Taurus, Leo, Aquarius, Scorpio, Cancer, Pisces, Taurus, Libra, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn. ഇത്രയുമാണ് സോഡിയാക് സൈൻ ഇവിടെ കണ്ടത്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.